നമ്മുടെ കൈക്കോട്ടിൻ്റെ പിടി ഇളകി പോവില്ല. അതിനുള്ളൊരു പരിഹാരമാണ് ഈ വീഡിയോയിൽ കാണുന്നത്. ഇതാണ് നമ്മുടെ പുതിയ കൈക്കോട്ടിൻ്റെ പിടി. ഇത് നമുക്ക് ഗ്ലാസ് ഫൈബർ മെറ്റീരിയലാണ്. കണ്ടാൽ മരത്തിൻ്റെ രൂപം സാദൃശ്യം ഉണ്ടെങ്കിലും ഇത് നല്ല സ്ട്രോങ് ഉള്ള ഒരു ഗ്ലാസ് ഫൈബർ റോഡാണിത്. ഈ താഴ് ഭാഗത്ത് വരുന്നത് ഇതിൻ്റെ ഒരു നട്ടും അതേപോലെ ഒരു ഫൈബറിൽ തീർത്തിട്ടുള്ള ഒരു ഭാഗവുമാണ്. നമ്മളിതെങ്ങനെയാണ് ഇതിൽ ഉറപ്പിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ടി നമുക്ക് ആദ്യം ഈ നട്ട് ഇതിൽ നിന്ന് അയച്ചെടുക്കണം. നട്ട് ഇതേപോലെ ഇങ്ങനെ ഊരി മാറ്റാം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതാണ് നമ്മളെ കൈക്കോട്ട്. നമ്മളിപ്പോൾ ഈ കൈക്കോട്ട് പുതിയ പിടിയിടുന്നതുകൊണ്ട് കൊല്ലനെ കാണിച്ച് മൂർച്ചയൊക്കെ ആക്കിയിട്ട് കൊണ്ടുവന്നതാണ്. കൈക്കോട്ട് ഇച്ചിരി വലുതാണ്. ഇതിൻ്റെ ചെറിയൊരു കൈക്കോട്ടിനാണ് ഈ പിടി ബെസ്റ്റായിട്ട് സൂട്ടാവുന്നത്. ഞാൻ ചെറിയ കൈക്കോട്ടിന് വേണ്ടി വാങ്ങിച്ചതാണ്, പക്ഷേ ഇതൊന്ന് ഇട്ട് നോക്കാമെന്നുള്ള രീതിയിലാണ് ഉള്ളത്. ഇനി വേണ്ടത് നമുക്ക് എംസിയിലാണ്. എംസിയിൽ നമ്മൾ ഈ നമ്മുടെ ഈ കൈക്കോട്ടിൻ്റെ പിടി വാങ്ങിക്കുന്ന സമയത്ത് ഇത് ഓൺലൈനിൽ വാങ്ങിച്ചതാണ്. അതിൻ്റെ കോൺടാക്ട് നമ്പറൊക്കെ നമുക്ക് ഞാനിതിൽ കൊടുക്കാം, വീഡിയോയിൽ ആഡ് ചെയ്യാം. ഈ എംസിയിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അത് അവർ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് നൽകുന്നുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് വരുന്നതാണ് ഈ ഒരു സ്പാനറും ഈ ഒരു എംസിലിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ടാവും, പിന്നെ ഇതിൻ്റെ ഒരു നട്ടും ഉണ്ടാവും. അപ്പം എംസിയിൽ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൽ നിന്ന് കുറച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ കൈക്കോട്ടിൻ്റെ ഈ പിടിയിടുന്ന ഭാഗത്ത് തേച്ച് പിടിപ്പിക്കണം. ഇതേപോലെ ഇങ്ങനെ തേച്ച് വെക്കാം. അതിന് ശേഷം നമുക്ക് ഈ ഹാൻഡിൽ ഇതിൻ്റെ അകത്തേക്ക് കയറ്റി വെച്ച് കൊടുക്കും. ഈ പുറത്തേക്ക് തള്ളി വരുന്ന എംസിയിൽ നമ്മൾ കൈകൊണ്ട് വടിച്ചെടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതാവശ്യം വരും. ഇത് നട്ടിട്ടതിന് ശേഷം നമുക്ക് വീണ്ടും ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളത് ഈ കൈക്കോട്ടയിൽ ഉറപ്പിച്ച് കഴിഞ്ഞു ഇതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഈ നട്ടെടുത്ത് മുകളിൽ കൂടെ താഴേക്ക് ഇട്ടിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ത്രെഡ് കറക്റ്റാണോ നമ്മൾ നോക്കിയതിന് ശേഷം മാത്രമേ ടൈറ്റ് ചെയ്യാവൂ. ക്രോസ് ത്രെഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ത്രെഡ് പോയി പോവും, നട്ട് ടൈറ്റ് ആവില്ല. അപ്പോൾ അത് ശരിക്കും നോക്കിയിട്ടേ ടൈറ്റ് ചെയ്യാവൂ. അപ്പോൾ കൈകൊണ്ട് നമ്മൾ മാക്സിമം ടൈറ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ അവർ നൽകിയിട്ടുള്ള ഈ സ്പാനർ ഉപയോഗിച്ച് ഇതിൻ്റെ മുകളിൽ കൂടെ സ്പാനർ ഇട്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ടൈറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കൈകൊണ്ട് ടൈറ്റ് ആക്കുന്നതിൻ്റെ മാക്സിമം ടൈറ്റ് വന്നിട്ടുണ്ട്. ഇനി ഈ സ്പാനർ അഴിച്ച് മാറ്റിയതിന് ശേഷം ഒരു മരത്തിൻ്റെ മുട്ടിയിലോ കല്ലിലോ, ഞാനിപ്പോൾ ഇവിടെ മുട്ടിയുള്ളത് കൊണ്ട് മുട്ടീൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് ശരിക്കും ഇടിച്ചമർത്തി വേണം. എങ്കിൽ മാത്രമേ ഇതിൽ നമുക്ക് ഈ ഹാൻഡിൽ ഈ പൂർണ്ണമായിട്ട് ഈ എൻഡിലേക്ക് വരുള്ളൂ. അതിനുശേഷം വീണ്ടും നമ്മൾ ഈ നട്ട് സ്പാനർ ഉപയോഗിച്ച് വീണ്ടും ടൈറ്റ് ചെയ്യണം. മാക്സിമം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതേപോലെ ഇപ്പോൾ നമ്മൾ മരത്തിന് മുട്ടിയിലിട്ട് ഇടിച്ചതിന് ശേഷം
വീണ്ടും ടൈറ്റ് ചെയ്യാൻ. നല്ല ബലത്തിൽ തന്നെ ടൈറ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ നമ്മൾ ഈ MC-യിലിട്ട് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ഇളകി കഴിഞ്ഞാൽ പിന്നെ ഉറക്കില്ല. ഇപ്പോൾ മാക്സിമം ടൈറ്റിലാണുള്ളത്. നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച MC-യിൽ ബാക്കിയുള്ള ഭാഗം ഇതിൻ്റെ ഈ ഗ്യാപ്പിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക വേണ്ടത്. ഇത് നന്നായി ഫില്ല് ചെയ്ത് കൊടുക്കണം, എങ്കിൽ മാത്രമേ അത് ഇളകാതെ ശരിക്കും ഇതിൽ ഫിക്സായി നിൽക്കുള്ളൂ. ഈ കൈക്കോട്ടിൻ്റെ പിടി ഇളകി പോകുക എന്ന് പറയുന്നത് പൊതുവേ ഉള്ളൊരു പ്രശ്നമാണ്. നമ്മളെങ്ങനെ ഉറപ്പിച്ച് കഴിഞ്ഞാലും പിന്നെ കുറച്ച് ഉപയോഗിക്കുമ്പോഴേക്ക് ഇത് ഇളകാൻ തുടങ്ങും. അപ്പോൾ അതിനെന്തൊരു പരിഹാരം നോക്കി ഓൺലൈനിൽ സെർച്ച് ചെയ്തപ്പോഴാണ് ഒരു കമ്പനി നടത്തുന്ന ഇതുപോലെയുള്ള ഒരു ഹാൻഡിൽ വിൽപ്പനക്ക് ഉണ്ടെന്ന് ഞാൻ കണ്ടത്. അങ്ങനെ അവരെ കോണ്ടാക്ട് ചെയ്ത് അവരയച്ചു തന്നിട്ടുള്ളതാണ്. ഇവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ആവശ്യക്കാർക്ക് അവരെ വിളിച്ച് ബന്ധപ്പെട്ട് ഓർഡർ ചെയ്യാവുന്നതാണ്. കൈക്കോട്ട് മാത്രമല്ല, നമുക്ക് ഇതേപോലെയുള്ള മറ്റ് പണിയായുധങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഹാൻഡിലുകൾ അവരെടുത്തിട്ടുണ്ട്. ഇത് നല്ല പ്രീമിയം ക്വാളിറ്റി ഹാൻഡിലാണ്. എനിക്ക് ഞാൻ ഉദ്ദേശിച്ച അതേ ഒരു ക്വാളിറ്റി ഉള്ള ഹാൻഡിൽ തന്നെയാണ് കിട്ടിയത്. നമുക്ക് പിക്കാസ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് ഉപയോഗിക്കാം, ഹാമറിന് ഉപയോഗിക്കാം. പല ടൈപ്പ് ഹാൻഡിലുകൾ അവർ ചെയ്യുന്നുണ്ട്. നല്ല ബലത്തിൽ തന്നെ ഞാൻ കൊത്തിയിട്ടുണ്ട്. പക്ഷേ കൈക്കോട്ടിനൊന്നും പറ്റിയിട്ടില്ല. സെറ്റാണ്, സംഭവം ഓക്കെയാണ്.